ഈ വർഷം എന്തായാലും സാറിന്റെ കല്യാണം നടത്തണം. മാട്രിമോണിയലാറ് വെബ്സൈറ്റിൽ ഫോട്ടോ മാറ്റിയിട്ട് ഒരനക്കവും ഇല്ല. ഒരു 10,000 രൂപ അടച്ചാ 5-6 പെമ്പിള്ളേർ അഡ്രസ് തരാൻ തോന്നുന്നു. ഈ പറഞ്ഞ 15,000 രൂപ മാസം ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ചെന്ന് കണ്ട എല്ലാ പെണ്ണു വീട്ടുകാരും സാറിന് വേണ്ടാന്ന് വെച്ചത്. കാശല്ല, കലയെ സ്നേഹിക്കുന്നൊരു പെണ്ണ്, അതാണ് എനിക്ക് ആവശ്യം. ആണോ? അല്ലേ, കാസർഗോഡേ ബന്ധുളിക്കലൊരു പെണ്ണുണ്ട്. ചേട്ടാ, ചേട്ടന് വേണം ഞാൻ ഇവിടുന്ന് ഒരു ചായയും കടിയും മേടിച്ചുതരാം. അതിനുവേണ്ടി കാസർഗോഡ് വരെ പോണോ? മുരിങ്ങക്കോല് പോലൊരു പെണ്ണ്. മുരിങ്ങക്കോലേ ശരീരത്തിന് ബെസ്റ്റാ. ഞാനൊരു റിക്വസ്റ്റ് അയച്ചായിരുന്നു, കിട്ടിയോ? ശ്യാമപ്രസാദേ അക്സെപ്റ്റ് ചെയ്തില്ല. ഉല്ലാസേട്ടനെ നമ്മുടെ ട്രൂപ്പിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ ഇൻസ്റ്റയിലുണ്ടോ? തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ, ഞാൻ പഠിച്ചു വരട്ടെ, താമസം ചെയ്തിട്ടുണ്ടാവും. യോഗ ഇൻസ്റ്റാഗ്രാമിൽ 1000-ലധികം ഫോളോവേഴ്സ് ഉണ്ട്. എത്രയാണ്? 1007. ഓ, പിന്നെ ഇപ്പൊ 99 രൂപയ്ക്ക് ചാർജ് ചെയ്ത ഡെയിലി 2 GB ഡാറ്റ വെച്ച് കിട്ടും. അല്ലേ, വണ്ടിയൊന്നും ഒതുക്കി നിർത്തണേ, മൂത്രം ഒഴിക്കണം. മുന്നോട്ട് അല്പം ഒതുക്കി നിർത്തേ, ധന്യയുടെ അച്ഛന് മൂത്രം ഒഴിക്കാനാ. നീ എന്റെ കെയർ മൂത്രം ഒഴിക്കണ്ട, എനിക്ക് വേണേ എനിക്ക് പറയാറേ. ഒന്ന് ഒതുക്കി നിർത്തേ. എവിടെ കൊണ്ടാണ് വണ്ടി നിർത്തുന്നത്? ഞാൻ പറഞ്ഞട്ടാ, അത് ബസ് സ്റ്റോപ്പ് അല്ലേ, വിട്ടോ. ഇയാളെവിടെ നോക്കി കയറുന്നത്? കയറുന്ന വഴിയിലാണ് ചെരുപ്പൂരി പിന്നെ എന്റെ തലയെ കൊണ്ട് വെക്കണോ? ഞാൻ എവിടെയെങ്കിലും കൊണ്ട് വെക്കണോ? എനിക്ക് ഉണ്ടാക്കല്ലേട്ടാ, പോയി തരത്തിപ്പോ. അതെ, വലിയ ആളാവാൻ പറഞ്ഞ ഒറിജിനൽ ദാസേനോട് വായിച്ചിട്ടുള്ള ആളാ ഞാൻ. വണ്ടിക്കകത്ത് വഴക്കുണ്ടാക്കാതെ. ഓട്ടറാവേ, നീ ഇങ്ങോട്ട് വാ, നീ പുറോട്ട്. സാധനം കാണിച്ചട്ടെ. കാര്യം പറയാം, 99 രൂപ ചാർജ് ചെയ്താൽ 2 GB ഡെയിലി കിട്ടും. എന്താ പോരെ? സൗമ്യ, നിന്റെ അച്ഛൻ സർക്കസ് വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. ചെരുപ്പ് ചവിട്ടല്ലേ? അതെ, ഈ പ്രിൻസിപ്പലിന്റെ റൂമിലും പോലീസ് സ്റ്റേഷനൊക്കെ പോകുമ്പോ ഒരാൾ കൂടെയുള്ളന്നല്ല, ഞാനിവിടെ വരാം. എന്നെ കണ്ടപ്പോ പിള്ളേര് കൈയടിച്ചണ്ട. പിള്ളേർക്ക് അതിനുള്ള അറിവില്ലേ ഉള്ളൂ. മോനെ, പ്രിൻസിപ്പാളിന്റെ റൂം എവിടാ? Go straight and turn right. Arjun, don't talk to strangers. We are not beggars. മിസ്റ്റർ ജേക്കബ്, ഇങ്ങനെ ഓരോരുത്തരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രൂപ്പ് വണ്ടി മേലാൽ ഉപയോഗിക്കാൻ പറ്റില്ല. പോകുന്ന വഴിക്ക് തന്നെ ആയതുകൊണ്ടാ. ഞാനും പല സ്ഥലങ്ങളും പറയും, അപ്പൊ നിർത്തി തരണം. അങ്ങനെ അങ്ങോട്ട് ചോദിക്കും. ഉല്ലാസേട്ടൻ ഒരു സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ ബ്രോ? സീനിയോറിറ്റിയിലൊന്നും ഒരു കാര്യമില്ല, പാട്ടിലാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ ഉല്ലാസിന്റെ പാട്ടാ നല്ലത്. ഇവിടെ മൂത്രം ഒഴിക്കാനുള്ള സെറ്റപ്പ് മനഃപൂർവ്വം ചവിട്ടുന്നതാണ് അവര്. ഉല്ലാസാറ് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അയ്യോ, സാറൊന്നും വിളിക്കണ്ട. ഏയ്, കലാകാരന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതെ, നമ്മുടെ സ്കൂളിന്റെ പുതിയ ഓഡിറ്റോറിയത്തിന്റെ പണി കഴിയാറായി. 2 മാസത്തിനകം ഉദ്ഘാടനം ചെയ്യാനാണ് പ്ലാൻ. അതിനാണ് ഉല്ലാസിന്റെ ഒരു സഹായം. ഉല്ലാസങ്ങനെ ഇതുവരെ ഉദ്ഘാടനം ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ മാഡത്തിന് നിർബന്ധമാണെങ്കിൽ ഉദ്ഘാടനം കുറച്ചും കൂടി നല്ലൊരാൾ ചെയ്യുന്നതല്ല. അയ്യേ, ഉദ്ഘാടനം ഒന്നും ചെയ്യണ്ട, അതിന് ഞങ്ങൾ വേറൊരാളെ നോക്കുന്നുണ്ട്. ആരെ? ഇവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിന്റെ ബന്ധുവാ ഇടവേള ബാബു. ആ വഴിക്ക് ശ്രമിക്കുന്നുണ്ട്. ഇതിപ്പോ പലരുടെ കയ്യിൽ നിന്നും പിരിച്ചും ഡൊണേഷൻ വാങ്ങിയും അലുമിനി അസോസിയേഷനുമായിട്ട് സഹകരിച്ചൊക്കെയാണ് പണിതത്. അവർക്ക് കോംപ്ലിമെന്റ് ആയിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ ഒരു ഷോ ചെയ്തു കൊടുക്കാനാണ് പ്ലാൻ. അതെ, പോയി സൗമ്യ വിളിച്ചിട്ട് വാ.
ഓൾഡ് മലയാളം മീഡിയം മുട്ടി നിൽക്കുമ്പോഴാണോ ഒരു കാലത്ത് ഇംഗ്ലീഷ്. ഇങ്ങനൊരു ആവശ്യത്തിന് ഞങ്ങൾ അങ്ങോട്ട് വന്നാണ് കാണേണ്ടത്. പലതവണ വീട്ടിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴും സൗമ്യ പറഞ്ഞത് വീട്ടിലേക്ക് വരണ്ട, ഫിലിം സോങ്സിന്റെ റെക്കോർഡിംഗ് ആയിട്ട് ചെന്നൈയിലാണെന്ന്. അതാട്ടോ ഒഴിവ് പോലെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ലേറ്റസ്റ്റ് ഏത് മൂവിയിലാ പാടിയത്? അത് സിന്ദ മേര ബിന്ദ ഹിന്ദിയാ. ഇറങ്ങുമ്പോ ഒന്ന് കാണണം. കണ്ടാ പറയണേ. അച്ഛനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നു വിചാരിച്ചിട്ടാണോ അച്ഛന്റെ പ്രോഗ്രാം ഇവിടെ വെക്കണ്ടെന്ന് പറഞ്ഞത്? കുട്ടികൾക്കെല്ലാം ഏതോ ബാൻഡോ DJ ഒക്കെ മതി. ഒരു പേപ്പർ തരുമോ? A4 പേപ്പർ അല്ലേ? A4 ആപ്പിൾ അല്ലേ? ഹാഷ്മി ഒരു പേപ്പർ കൊടുക്കൂ. എന്തായാലും നമ്മുടെ പരിപാടി ഉഷാറാക്കി തരണം. ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വഴി അറിയിക്കാം. പറഞ്ഞോളൂ. വേറെ ഏത് ട്രൂപ്പിനെ വിളിച്ചാലും നമ്മൾ എന്തായാലും പൈസ കൊടുക്കണം. ഇവിടുത്തെ സ്റ്റുഡന്റിന്റെ പേരന്റ് ഈ മേഖലയിലുള്ളപ്പോ നമ്മൾ എന്തിനാ വല്ലവർക്കും പൈസ കൊടുക്കുന്നത്? ഉല്ലാസമാകുമ്പോ അത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരുമല്ലോ. വിട്ടോ. ചേട്ടാ ഈ ചുടിച്ചായ എവിടെയൊക്കെ? അല്ല ചേട്ടാ, 5-6 വർഷം മുമ്പ് ഇവിടെ പടം വന്നല്ലേ? അന്ന് പാടി ചടുതിണ്ടല്ലോ, കിടിക്കിണ്ടാ ഇന്നും പടുന്നുണ്ട്. ഹലോ, നിങ്ങളുടെ പരിപാടി കറക്റ്റ് ടൈം തുടങ്ങാൻ പറ്റുമല്ലോ അല്ലേ? എന്താ തുടങ്ങാലോ? ജയിക്കപ്പെട്ട എന്തേ? അകത്തുണ്ട്. ഹലോ, അവിടെ നീ ആ ഫോണൊന്ന് സൈഡിൽ കൊടുത്തേ. ഇവിടെ പോലീസാന്ന് പറഞ്ഞ് കൂടുതൽ ഷൈൻ ചെയ്യാൻ നിൽക്കണ്ട. ഇവിടെ എല്ലാ യാത്ര ഇങ്ങനെയൊക്കെ തന്നെ. ആ ഘോഷയാത്ര ആകുമ്പോൾ ഇത്തിരി ബ്ലോക്കൊക്കെ ഉണ്ടാവും. താനിങ്ങോട്ട് കൂടുതൽ അരി പറക്കാൻ നിൽക്കണ്ട. ഞാൻ എമ്മനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും ഒന്ന് പുറകിലോട്ട് വന്നേ. ആ എടാ, ഞാൻ SA വിളിച്ചൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. താലപ്പൊലിക്കൊക്കെ നല്ല പിള്ളേർ വന്നിട്ടുണ്ടോ? ഞാനിപ്പോൾ ഇങ്ങ് വരാം. ഞാൻ ഇവിടെ ഗാനമേളയ്ക്ക് പാടാൻ വന്ന 2-3 പീസുകളുണ്ട്. ഞാൻ അതുങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ശരി. ഇതാ കണ്ടില്ലേ, അടച്ചു പൂട്ടിയ ഒരു ഗ്രീൻ റൂം ആണെന്ന് പറഞ്ഞതല്ലേ ഇങ്ങടത്ത്? എഗ്രിമെന്റിൽ അത് ഉണ്ടായിരുന്നു. അല്ല, ഈ ഓല വലിച്ചു കെട്ടിയതിനകത്ത് പെണ്ണുങ്ങൾ എങ്ങനെ ഡ്രസ്സ് മാറും? പത്തിൽ പണി സാബുണിങ് വിളിച്ചേ. എന്തിനാ മറിക, ഞാൻ നോക്കട്ടെ. ഇതെന്താ കുഴപ്പം? ഇവിടെ ഒന്നും ആരും ഒളിഞ്ഞു നോക്കത്തൊന്നുമില്ല. ആണുങ്ങൾക്ക് കുഴപ്പമില്ല, ഈ ഫീമെയിൽസിനെ. പിന്നെ ഫീമെയിൽസ് ഉത്സവ പറഞ്ഞ് പാട്ട് പാടക്കുന്ന പെമ്പിളാരല്ലേ? ഇതൊക്കെ ധാരാളം മതി. അല്ല സുഹൃത്തെ, നിങ്ങളുടെ അമ്മയും പെങ്ങളും ആണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് നുണ പറയാൻ സമ്മതിക്കുമോ? നിങ്ങൾ സമ്മതിക്കുമായിരിക്കും, പക്ഷെ അവർ സമ്മതിക്കില്ല. താൻ എന്ത് വർത്താനം പറയുന്നത്? വർത്താനം പറയുന്നു. അതെ, ഇച്ചിരി ചൂടുവെള്ളം കിട്ടാൻ വല്ല വഴിയുണ്ടോ? തൊണ്ടയ്ക്കൊരു വെള്ളവും ഫുഡൊക്കെ അപ്പുറത്തെ ചായക്കട അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവരിവിടെ കഴിച്ചോണ്ടിരിക്കുക. കഴിച്ചു കഴിഞ്ഞ് വന്നാൽ ഓട്ടാന്റെ പരിപാടി തുടങ്ങും. ആവശ്യത്തിന് കഴിച്ചോട്ടാ, പോലീസുകാർ കഴിച്ചാവും. മീൻ വറുത്തത് നല്ലതാ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മോതാന്ന് പറയും. നിങ്ങളുടെ അവിടെ ആർത്തി എന്ന് പറയും. ഇവിടെ മീൻപുറത്തോടെ ഇവിടെ ഒരെണ്ണം ഓരോന്ന് വീതം കൊടുത്താൽ മതിയെന്നാ കമ്മിറ്റിക്കാർ പറഞ്ഞ്. രണ്ടാമത്തേന് കാശ് തരേണ്ടി വരും. വേണ്ട, ഇവിടെ വേണ്ട. അല്ലെങ്കിൽ ഈ മീനിനെ ഒരു ഉളുമ്പ് ചവ. അതെ, നമുക്ക് ഷെയർ ഇട്ടൊരു ബീഫ് മേടിച്ചാലോ? ഞാൻ കഴിച്ചു കഴിയാറായി. അത് നീ ഒരു 50 രൂപ ഞാൻ ഷോ കഴിയുമ്പോൾ തരാം. ഇതേ ഫോട്ടോ ചേട്ടാ, ഒരു ബീഫ്. അതെ, ഒരു പീസൊക്കെയാ. അമേരിക്കൻ ഷോ വന്നിട്ടുണ്ട്. അമേരിക്ക ഷോ നിനക്കോ? അമേരിക്ക ഷോ വന്നിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല. നിങ്ങളുടെ രണ്ടുപേരും കൂടെ ഡുവേറ്റ് പാടിയല്ലേ അമേരിക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അല്ലേ? ഡേറ്റ് നേരത്തെ പറയണോട്ടോ, എനിക്ക് കല്യാണ പ്രോഗ്രാംസ് ഉള്ളതാ. അതിനൊന്നും കൺഫേം ആയിട്ടില്ല. ആ, ഇത് ജേക്കബിന്റെ ഇടപാടാണോ? ബെസ്റ്റ്. എടാ, ഇത് വല്ലതും പറ്റിച്ചാൽ ഇവിടെ നല്ല പുതിയ പിള്ളേര്, നല്ല പേരും പ്രശസ്തി ഉള്ളവരും നിലം തൊടാൻ പാടുന്നു. ഇതിന്റെ ഇടയിൽ നിന്നെ ആര് കൊണ്ടുപോകാൻ? ഈ പണി തന്നെയാ കുറെ കാലമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. പണി അറിയാവുന്നതുകൊണ്ട് തന്നെയാ പിടിച്ചു നിൽക്കുന്നത്. फोटो में जो आदमी अभी है ना, सिंगर है क्या? रंग बिरंगे फूल खिले हैं, लोग भी फूलों जैसे. ഉല്ലാസിന്റെ വാട്സപ്പിലേക്ക് ഞാൻ എൻ്റെ പാസ്പോർട്ടിന്റെ കോപ്പി അയച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രോഗ്രാം നമ്മൾ പൊളിക്കും. കുറച്ചോ
സൂപ്പർ സ്റ്റാർ സിംഗർ വിജയ്, സോനു മാധവ് അതിഥിയായി എത്തുന്ന കൊച്ചിൻ കലാസദന്റെ ഗാനമേള കൃത്യം 9 മണിക്ക് ആരംഭിക്കുന്നതായിരിക്കും. അമ്മേ അമ്മേ ആകാശരൂപിണി അന്നപൂർണേശ്വരി. ധന്യാവുമ്പോ അച്ഛനെ കൊണ്ടുവരും, ഞാനാവുമ്പോ ഒറ്റയ്ക്ക് വരും. എവിടെ? അമേരിക്കക്ക്. ഉല്ലാസനെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ചേട്ടനോ? എന്തൊരു അത്ഭുതം. എന്താ ഇവിടെ? ഈ പരിപാടി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ വന്നതേ. അതെ, നമ്മളിപ്പോ കണ്ടു കുറെ കാലമായില്ലേ. എന്തൊക്കെയുണ്ട് വിശേഷം? മോളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു, പ്രാക്ടീസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുക. ഒന്നുമില്ല. കുടുംബം ഒരു സോഡ ഇങ്ങോട്ട്. സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ലേ? ഞാൻ മുമ്പിലിരിക്കാം. കാണാം. പോയാ നല്ല വെള്ളം. കാർത്തികൻ തോപ്പിൽ സുകുമാരന്റെ ഹാർമോണിസ്റ്റ് ആയിരുന്നു. ഒരു കാലത്ത് സ്റ്റാറായിരുന്നു. ഞാനൊക്കെ കാണാൻ കൊതിച്ചു വന്നിട്ടുണ്ട്. കള്ളുകൂടി കഷ്ടം. ഓരോരുത്തർക്ക് ഓരോ സമയം. ലോക്കൊന്ന് മാറ്റി വെച്ചേ. എല്ലാരും മാറി എല്ലാരും ഒന്ന് ശരി മാറി. എല്ലാവരും പുറത്തേക്ക് ഘോഷയാത്ര കാരണം വൈകിപ്പോയി. സെൽഫി എടുത്തിട്ട്. നിങ്ങൾ ഈ ട്രൂപ്പിൽ പാടുന്ന ആളാണോ? എടുത്തു. പാട്ട് തീരാറായി. അടുത്ത ഉല്ലാസിന്റെ പാട്ടാ. പിന്നെ നേരത്തെ ഇവിടെ വെച്ച് ചൂടായില്ല അലമ്പ് കമ്മിറ്റിക്കാരൻ. അവൻ വല്ല പ്രശ്നം ഉണ്ടാക്കോ? അഗ്നിപരീക്ഷണമരുതരുതേ അഖിലാണ്ടേശ്വരിയേ, അനാഥമാമി കോവിലിലണയും അബലാശ്രയ നിധിയേ, അമ്മേ